പോലീസ് അതിക്രമത്തിന് പിന്നാലെ അമീബിക് മസ്തിഷ്ക ജ്വരവും നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്തു. കേരളത്തിലെ ആരോഗ്യ രംഗം താറുമാറായെന്നും ഉമ്മൻചാണ്ടിയെ ചാരി ഒളിച്ചോടാനാണ് ആരോഗ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നും അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ MLA ആരോപണം ഉന്നയിച്ചു. ആരോഗ്യ രംഗത്ത് എല്ലാത്തിലും ഒന്നാണെന്ന് പറയുന്ന ഈ തള്ള് വളരെ അപകടകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ല, ഉപനേതാവ് പറഞ്ഞതല്ല, രാജീവ് സദാനന്ദന്റെ വാക്കുകളാണ്. മന്ത്രി അതിൽ പറഞ്ഞത് എന്താ വെച്ചാല് ഇത് എന്റെ കുഴപ്പം കൊണ്ടോ ഈ കാലത്തുള്ളതോ അല്ലാന്നാണ്. മന്ത്രി ഇത് നേരെ അപ്പുറത്തേക്ക് വിട്ടു. ആദ്യം വിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന് നേരെയാണ്. 2013 ഒരു പഠനം നടത്തി. അന്ന് ആ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. പഠനം ആരംഭിച്ചെങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നത് 2018 ഉമ്മൻചാണ്ടി മാറി 1-ാം പിണറായി ആയി. ഉമ്മൻചാണ്ടിയെ ചാരി ശൈലജ ടീച്ചർക്കൊരടി എന്നതാണോ അതിലെ സൂത്രം എന്നും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. സർ, മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ പിടിപ്പുകേടാണ് സർ. ഷംസുദ്ദീന്റെ ചോദ്യങ്ങൾക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിൽ മറുപടി നൽകി. ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ അദ്ദേഹം ഇവിടെ ഇല്ലേ? ഉണ്ട്. മണ്ണാർക്കാട് അല്പം പോയാൽ മതിയല്ലോ സാർ, അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ 2025 ഓഗസ്റ്റ് 29 സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങ് മണ്ഡലത്തിലില്ലേ സാർ? ഇതൊക്കെ അറിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് സാർ? സാർ, ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ്. ഇതിൽ ഒരു കാര്യവും നടക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത്. ഷംസുദ്ദീനെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് കാട്ടി പ്രതിപക്ഷങ്ങൾ സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഷംസുദ്ദീനെതിരായി ഗുരുതരമായൊരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. അദ്ദേഹം മണ്ഡലത്തിലില്ല, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സാർ, വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതൊരു മര്യാദയാണ്, സാമാന്യ മര്യാദയാണ്. ശ്രീ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അദ്ദേഹം നടത്തിയ പരാമർശം ശരിയായില്ല. എന്തെന്ന് പറഞ്ഞു? അദ്ദേഹം വിളിച്ചു പറഞ്ഞ പദങ്ങളൊന്നും ഒരു സഭ ഒന്നും പറഞ്ഞില്ല. എന്ത് തോന്നിവാസം വിളിച്ചു പറയാൻ പാടില്ല. അദ്ദേഹം ഒരു മുതിർന്ന അംഗമാണ്. ഒന്നും പറഞ്ഞില്ല. ചെയർ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് റെക്കോർഡാണ്. ഞാൻ കേട്ടല്ലോ, ചെയർ കേട്ടല്ലോ. ഒരു അംഗത്തെ പരസ്യമായി ഒരു മന്ത്രി അപമാനിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. ശരിയല്ലല്ലോ.